ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 30-ാം തീയതി ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. നറുക്കെടുപ്പിലൂടെ നമ്മൾ തിരഞ്ഞെടുത്ത വിജയികളെ ഈ ഒരു വീഡിയോയിലൂടെ അനൗൺസ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. 400-ലധികം കമൻറ്റ്സ് ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഏകദേശം 500ഓളം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ ഇതുപോലെ ഓരോ പേപ്പറിലാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ മടക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പേര് എഴുതാനും ഇതുപോലെ മടക്കി എടുക്കാനൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ സങ്കടവും വരുന്നുണ്ട്. കാരണം കുറേ പേര് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കുറേ പേര് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് കമൻറ്റ് ഇട്ടവരുണ്ട്. നമുക്കാണെങ്കിൽ 3 പേരെ മാത്രമേ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട് ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇനിയും ഇതിൽ സെലക്ട് ചെയ്യപ്പെടാത്തവർക്ക് വേണ്ടി നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ഗിവ് അവേകളും എന്തെങ്കിലും മത്സരങ്ങളൊക്കെ ആയിട്ട് ഇനിയും ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 3 വിന്നേഴ്സിനെ മാത്രമാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് ഇതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ ഫ്രീ കിറ്റുകളും ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യ ഗിവ് അവേയിൽ ആ 3 വിന്നേഴ്സ് ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിത് അതുപോലെ നറുക്കി എഴുതിയിട്ടൊരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുലുക്കിയിട്ട് ഇതാ ആദ്യത്തെ ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റായിട്ട് ഉപ്പയാണ് നറുക്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആരുടെ പേരാണ് വന്നിട്ടുള്ളതെന്ന്. പേര് വന്നിട്ടുള്ളത് ആസിയാബി പാലക്കുന്ന്, കാസർഗോഡ്. അതെ, കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. ആസിയാബി പാലക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് കാക്കുവാണ്. അപ്പോൾ നറുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരുടെ പേരാണ് വന്നിട്ടുള്ളത് എന്ന്. ദാ റഹീന, മലപ്പുറം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ റഹീന എന്ന ആൾക്കാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വിന്നറിനെ എടുക്കാൻ പോകുന്നത് ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ആരാണെന്ന് നോക്കാം. സുൽഫത്ത് CP, കണ്ണൂർ ജില്ലയിലെ ആൾക്കാണ് ഈ ഒരു 3-ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. സുൽഫത്ത് CP എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക്. അപ്പോൾ നമുക്ക് ഇവരുടെ ID ഏതാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ കേട്ടോ ഇത് ഇവരുടെ ID ഏതാണെന്നൊക്കെ. ചിലപ്പോൾ ഒരു പേരിൽ തന്നെ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു IDയിലുള്ള ആളാണ് ഫസ്റ്റ് വിന്നറായിട്ടുള്ളത്, ആസിയാബി പാലക്കുന്ന്. ഇനി നമുക്ക് അടുത്ത ആളുടെ നോക്കാം. രണ്ടാമത്തെ വിജയിയായി വന്നിട്ടുള്ളത് റഹീന, മലപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പേര് സെർച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ഐഡിയയിൽ നിന്നാണ് നമുക്ക് ആ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ആളുടേത് നോക്കാം. സുൽഫത്ത് CP, കണ്ണൂർ എന്നാണ് വന്നിട്ടുള്ളത്. അത് ഈ ഒരു ഐഡിയയിൽ നിന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 3 വിജയികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വിജയികളായവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യണം. നിങ്ങളുടെ പേരും അഡ്രസ്സും നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 3 പേരും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം. പിന്നെ ആരും നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ആ 3 പേർക്കായിട്ട് അയച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.